ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും കിട്ടിയില്ല ഇടാൻ. അപ്പം ഞാൻ കരുതി ഇന്നിപ്പം ബുധനാഴ്ചയാണ്, ഫ്രൈഡേ ഞാൻ എൻ്റെ അക്കോമഡേഷൻ ചേഞ്ച് ആകുക ഇനോക്ക് 1 നിന്ന് ഇനോക്ക് 3 സോ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്, മീൻസ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണം. ഇതുവരെ ഒന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ല. അപ്പം അതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇപ്പം ടൈം 2 മണിയായി. 1:30 ഉറപ്പ് എണീറ്റത്. ഇന്ന് ഡ്യൂട്ടി വയ്യാത്തതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോയില്ല. എനിക്ക് ഹോസ്പിറ്റലിലും പോകണം. എനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തിരുന്നു, അതിൻ്റെ റിസൾട്ട് വാങ്ങണം. സോ ഞാൻ ഇപ്പം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം, പാക്ക് ചെയ്യുന്നതും അങ്ങനെ ഉള്ളത്. ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് കരുതി. ഇപ്പം ഭയങ്കര ചൂടാണ് ഇവിടെ പുറത്ത്. ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കോമഡേഷനോട് ചേർന്ന് മദീന സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു ചെറിയ ഒരു ചായക്കട പോലെ ഉണ്ട്. അവർ തന്നെ നടത്തുന്നതാണ്. നമുക്ക് അവിടെ പോയി ചായ കുടിക്കാം. ഇവിടുന്നാണ് ഞാൻ ചായ കുടിക്കുന്നത്. സിദ്ദീഖ, ഒരു ചായ. ഞാൻ അന്നെടുത്ത വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാൻ നല്ലതുപോലെ എന്താണേലും എഡിറ്റ് ചെയ്യും. 1 രൂപയ്ക്ക് നല്ല സൂപ്പർ നമുക്ക് കറക്റ്റ് ചായ കിട്ടും. ഇഷ്ടം പോലെ കടികൾ കിട്ടും, പൊരിപ്പ് ഐറ്റംസ്. ഇനോക്കിലുള്ള എല്ലാവരും ഇവിടെ ഒന്ന് ചായ കുടിക്കണമെന്ന് പറ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ശരി എന്നാ. പുറത്ത് സഹിക്കാൻ പറ്റാത്ത ചൂട്. എൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കാണ് ആശ്വാസമായത്. ഈ ചായ കുടിക്കണം. ആതിര വരുന്നത് വെയിറ്റ് ആക്കണം. ആതിര വന്നിട്ട് വേണം എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ. ഒരുപാട് അറേഞ്ച് ചെയ്യാനുണ്ട്. ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കാം. 3 ദിവസം എനിക്കുണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ബോധം വന്നത്. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഒറ്റ പെട്ടിയിലെ സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ എനിക്കൊരു ലോഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പം എൻ്റെ കറൻറ്റ് ഹോബി എന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടതേ ഉള്ളൂ. മറ്റേത് പ്രത്യേകിച്ചൊന്നുമില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫോൺ എടുക്കുക, റീൽസ് കാണുക. സമയം പോകുന്നതേ അറിയത്തില്ല. പ്രൊഡക്റ്റീവായിട്ട് ഒരു വക ചെയ്യുന്നില്ല. വെറും മടിച്ചായിപ്പോയി. ഞാൻ വിചാരിച്ച്, ഞാൻ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ബുക്സ് വായിക്കുമായിരുന്നു. ഇഷ്ടം പോലെ. ഇപ്പോഴും എൻ്റെ കയ്യിൽ ബുക്സ് ഉണ്ട്, പക്ഷെ ഞാൻ ഒറ്റ വക വായിക്കത്തില്ല. എന്നാൽ ഞാൻ ഇന്നലെ മുതൽ പിന്നെയും വായിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറയുന്നത്. വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു. പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആ പണ്ടത്തെ ഒരു വൈബിലോട്ടെത്തി. ഈ ബുക്ക് എൻ്റെ അടുത്ത് പ്രിഫർ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു, തനിസി നീ ഇത് വായിക്കണം. എനിക്കിത് വായിച്ചപ്പോഴത്തേക്കും എനിക്ക് നീയുമായിട്ട് ഒരുപാട് കമ്പയർ ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, എന്തായാലും അവൾ ഇത്രയും പറഞ്ഞ് എനിക്ക് ഇത് എൻ്റെ കയ്യിൽ അവൾ കൊണ്ടു തന്നതാണ് ഈ ബുക്ക്. ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ കരുതി എന്തായാലും വായിച്ചു നോക്കാം. കുറച്ച് പേജസായി. ഇത് കംപ്ലീറ്റ് വായിച്ചു നോക്കിയിട്ട് ഞാൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം ഫുഡ് പോയി മേടിച്ചിട്ട് വരാം. ഫുഡ് മേടിച്ചു. റൂമിൽ ആതിരയുണ്ട്. ആതിരയായിട്ട് ഫുഡ് കഴിക്കണം. ഇന്ന് നമ്മുടെ ഫുഡ് എന്തുവാണ്? പൊതിച്ചോറാണ് മേടിച്ചേക്കുന്നത്. അതോ സാമ്പാറല്ലേ? രസം. ഉപ്പേരി വന്ന്
കറി വേറൊന്നുമില്ലല്ലേ? ഹലോ ഗൈസ്, ഇതിലെനിക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇന്നലെ പാക്കിങ് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ആ ബുക്കിനെ വായിക്കാൻ ഇന്ന് ഒറ്റ എഴുത്തിൽ ഫുൾ കംപ്ലീറ്റ്ലി വായിച്ചിട്ടാണ് കിടന്നത്. അപ്പോഴത്തേക്കും മോർണിംഗ് ഡ്യൂട്ടിക്കുള്ള ടൈം, നേരത്തെ ഉറങ്ങണമായിരുന്നു, കിടന്ന്. ഇതിങ്ങനെ പറഞ്ഞത് നല്ലതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുള്ളത്. മസ്റ്റായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ആ സ്റ്റോറി, ആ ബുക്ക് തുടങ്ങുന്ന സമയത്ത് അതൊരു കോട്ടുണ്ട്, അതിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും വലിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് മൂവ് ഓൺ ആകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. സീരിയസ്ലി എനിക്കിതിൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞു തരുന്ന ഒരു ബുക്കാണ്. അതേപോലെ അത് ഏറ്റവും ലാസ്റ്റ് അതിനകത്ത് പറയുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്കല്ലാതെ നമ്മൾക്കാൾ കൂടുതൽ വേറെ ആർക്കാണ് കഴിയുക എന്നുള്ളത്. സോ എല്ലാവരും ഫസ്റ്റായിട്ട് ഇത് വായിക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ ഇൻഷാല്ലാ ഇനി നല്ല നല്ല ബോക്സ് ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.